സ്വർണ്ണ കച്ചവടക്കാർ തൊട്ട് ബാർ ഉടമകൾക്ക് വരെ CPM നേതാക്കൾ ഇടനിലക്കാരാകുന്നു. മുഖംമൂടികൾ പൊളിച്ചെറിയാനൊരുങ്ങി EP ജയരാജൻ. അണിയറയിൽ ഒരുങ്ങുന്ന ആത്മകഥ CPM നേതാക്കളെ വേട്ടയാടുന്നു. മുറിവേറ്റ സിംഹം എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നത് EP ജയരാജന് തന്നെയാണ്. പാർട്ടി നടപടികൾ അംഗീകരിക്കുന്ന അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് താനെന്ന് EP പലതവണ നയം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നിശബ്ദനായിരിക്കാൻ EP ജയരാജൻ തയ്യാറല്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പോലും പ്രതികരിക്കാതെ നിശബ്ദനായിരിക്കുകയാണ് EP ജയരാജനെങ്കിലും പൊട്ടിത്തെറികൾക്ക് മുമ്പുള്ള നിശബ്ദതയാണിതെന്നാണ് വ്യക്തമാകുന്ന സൂചന. തനിക്ക് പലതും പറയാനുണ്ടെന്നും തന്റെ ആത്മകഥയിലൂടെ അതെല്ലാം പുറത്തെത്തുമെന്നും EP പറയുന്നത് വ്യക്തമായ കണക്കുകൂട്ടലുകളിലൂടെയാണ്. EP ജയരാജൻ തന്റെ ആത്മകഥ എഴുതുന്നത് പാർട്ടി ചട്ടക്കൂടിനകത്തു നിന്നാണോ അതോ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ശത്രുക്കളെ കൂടി തുറന്നു കാണിച്ചുകൊണ്ടാണോ എന്ന ആശങ്ക പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. CPM നേതൃനിരയിലെ കരുത്തനായ EP ജയരാജൻ എന്നും വിവാദങ്ങളുടെ കളിത്തോഴൻ കൂടിയാണ്. ബന്ധു നിയമനത്തിൽ തുടങ്ങിയ ആ വിവാദങ്ങൾ ഇപ്പോൾ BJP ബന്ധങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു. ഇതിനു മുമ്പ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിക്കാൻ EP ജയരാജന് കഴിഞ്ഞിരുന്നു. വൻ വിവാദങ്ങളാകുമെന്ന് കണക്കുകൂട്ടിയ പല ആരോപണങ്ങളും EP-യുടെ വിശദീകരണത്തിലൂടെ ശുഷ്കമായി മാറിയതിനും പലവട്ടം കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചു. പാർട്ടിയിലെ കരുത്തനായ പിണറായി വിജയന്റെ പിന്തുണ തന്നെയാണ് നിർണായക ഘട്ടങ്ങളിൽ EP-ക്ക് തുണയായി മാറിയതും. എന്നാൽ MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതോടെ കണ്ണൂരിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ നിന്നും EP-യെ ഒതുക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. EP ജയരാജനും ഗോവിന്ദൻ മാസ്റ്ററും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയില്ലായ്മ നിലനിൽക്കുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ്. തന്നെ അപേക്ഷിച്ച് താരതമ്യേന ജൂനിയറായ MV ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയതിൽ കടുത്ത എതിർപ്പായിരുന്നു EP ജയരാജൻ ഉണ്ടായിരുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിന് ശേഷം തന്നെ പാർട്ടി സെക്രട്ടറി ആക്കുമെന്ന് തന്നെയായിരുന്നു EP ജയരാജൻ കരുതിയിരുന്നത്. എന്നാൽ അതെല്ലാം അട്ടിമറിച്ചാണ് ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയത്. സെക്രട്ടറി സ്ഥാനത്തിന് അർഹനായ തന്നെ ആസൂത്രിതമായി തഴയുകയാണെന്ന വികാരം EP-ക്കുള്ളിൽ രൂപം കൊണ്ടത് ആ വിധത്തിലായിരുന്നു. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയതുമെല്ലാം ആദ്യഘട്ടത്തിൽ പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ EP ജയരാജന് കഴിഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ നടന്ന CPM സംസ്ഥാന കമ്മിറ്റിയിലാണ് ആ വിഷയങ്ങൾ വിദഗ്ധമായി ഗോവിന്ദൻ മാസ്റ്റർ ഉയർത്തിക്കൊണ്ടുവന്നത്. BJP നേതാവ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് പാർട്ടി തല അന്വേഷണം വേണമെന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ നിലപാട്. ഇത് തന്നിൽ BJP ബന്ധം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞാണ് കടുത്ത നീക്കത്തിലേക്ക് EP ജയരാജനും നീങ്ങിയത്. ഒരിക്കൽ താൻ നൽകിയ വിശദീകരണങ്ങൾ തള്ളി വീണ്ടും ചർച്ചകൾ തുടങ്ങുകയാണെങ്കിൽ ചില വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ പാർട്ടി തയ്യാറാകണമെന്ന് EP തുറന്നടിച്ചതും വ്യക്തമായ ചില ലക്ഷ്യങ്ങളോടെയായിരുന്നു. ചില സ്വർണ്ണ മുതലാളിമാരുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനമാക്കി പാർട്ടിയെ മാറ്റാൻ ചില നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധം പുലർത്താൻ ചിലർ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച തെളിവുകളുണ്ട്. ഇത് ചർച്ച ചെയ്യാൻ പാർട്ടി തയ്യാറാകണം. സ്വപ്ന സുരേഷിന് 30 കോടി വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിൽ ചർച്ച നടത്തിയതിൽ ചില CPM നേതാക്കൾ വഹിച്ച പങ്ക് ചർച്ച ചെയ്യണം. തൃശൂരിലെ തോൽവിക്ക് കരുവന്നൂർ ബാങ്ക് വിഷയങ്ങളും ചില നേതാക്കളും വഹിച്ച പങ്കും അന്വേഷിക്കണം. ജയിലിൽ കിടന്നവരെ പാർട്ടി സെക്രട്ടറി സംരക്ഷിക്കാൻ ശ്രമിച്ചത് എന്തിന്? കാസർഗോഡ് ചെറുവത്തൂരിലെ വിദേശ മദ്യവിൽപ്പന കേന്ദ്രം മാറ്റാൻ ഇടപെട്ട നേതാവ് ആരാണ്? ബാർ മുതലാളിയെ സഹായിക്കാനുള്ള നീക്കത്തിന് പിറകിലെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണം. അബ്കാരി മുതലാളിക്ക് വേണ്ടി പാർട്ടി നിലകൊണ്ടതിനാൽ ആയിരക്കണക്കിന് വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടമായിട്ടുണ്ട്. ഇതും അന്വേഷണ വിധേയമാക്കണം. സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിധം ആവശ്യങ്ങൾ EP ഉയർത്തിയത് MV ഗോവിന്ദൻ, P ജയരാജൻ തുടങ്ങിയ നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തം. ഈ ആവശ്യങ്ങളൊന്നും പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും EP ജയരാജൻ അതെല്ലാം തുറന്നു പറയുമെന്ന ഭീതി CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആത്മകഥയിലൂടെ EP ജയരാജൻ ഏതെല്ലാം മുഖംമൂടികൾ പിച്ചു ചീന്തുമെന്നും ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും.